ഹലോ എവ്രിവൺ. UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണിത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെയും പോലെ തന്നെ UGC നെറ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ കുറച്ച് സൈക്കിളുകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ആണ് ഈ വീഡിയോസിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അറേഞ്ച് ദ ഫോളോയിങ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അതായത് 5 പേരുടെ പേര് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 5 പേരും ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന ആളുകളാണ്. അപ്പൊ ഇവരെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഈ ഒരു ടേം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. UGC നെറ്റ് എക്സാമില് ഈ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും ഡിസെൻഡിങ് ഓർഡറിലും അസെൻഡിങ് ഓർഡറിലും അറേഞ്ച് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ആസ്പിറൻസ് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി സിമിലർ ടു ക്രൊണോളജിക്കൽ ഓർഡർ. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കുറച്ച് ഇവന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇവന്റ്സിൽ ഏറ്റവും ആദ്യം സംഭവിച്ചിട്ടുള്ളത് ഏതാണോ അതിനെ നമ്മൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആ സീരീസിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ളതിനെ നമ്മൾ ലാസ്റ്റ് അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് അസെൻഡിങ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ആ തന്നിരിക്കുന്ന സീരീസ് ഓഫ് ഇവന്റ്സിൽ ആദ്യം സംഭവിച്ചിട്ടുള്ളത് ഏതാണോ അതായിരിക്കണം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. പിന്നെ സെക്കൻഡ് സംഭവിച്ചത്, തേർഡ് സംഭവിച്ചത്, ഫോർത്ത് സംഭവിച്ചത്, ആൻഡ് ലാസ്റ്റ് ഫിഫ്ത്ത്, അഞ്ചാമതായിട്ട് സംഭവിച്ചിട്ടുള്ള ഇവന്റ്സ്. ആ ഒരു രീതിയിൽ വേണം ക്രൊണോളജിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യേണ്ടത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡിസെൻഡിങ് ഓർഡർ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സീരീസിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഇവന്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഇവന്റ് ഏതാണോ അതിനെ നിങ്ങൾ ആ ഒരു സീരീസിൽ ആദ്യം എടുക്കുക, അല്ലെങ്കിൽ ആദ്യം അറേഞ്ച് ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഏറ്റവും ആദ്യം സംഭവിച്ചിട്ടുള്ള ഇവന്റ് ആയിരിക്കണം. ഇതാണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ നമ്മളോട് ഡിസെൻഡിങ് ഓർഡറിൽ ഉള്ളതിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസെൻഡിങ് ഓർഡറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ആളുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇതിൽ ആരാണോ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അയാളായിരിക്കും ഫസ്റ്റ് ഓപ്ഷനിൽ വരിക, അല്ലെങ്കിൽ ഫസ്റ്റ് ആ സീരീസിലെ ഫസ്റ്റ് ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളായിരിക്കും. ആ സീരീസിലെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ആരായിരിക്കും? ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആള്. കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിനെക്കുറിച്ച്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാണോ അയാളെ നമ്മൾ ആദ്യം എടുക്കുന്നു. ഏറ്റവും ഫസ്റ്റ് ഇതിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാണോ അയാളെ നമ്മൾ ലാസ്റ്റ് കൊണ്ടുവരുന്നു. ഇപ്പോ 5 പേരുടെ പേരുണ്ട്: A. മഹാവീർ ത്യാഗി, B. JM ഷേലക്, C. YB ചവാൻ, D. ബ്രഹ്മാനന്ദ റെഡ്ഡി ആൻഡ് E. AK ചന്ദ. ഇതിൽ നമുക്ക് കൂടുതൽ ഗസ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ആ ഒരു സീരീസിൽ ഇത്രയും ആളുകളുടെ പേര് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ അവരെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ 4. ഇതില് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ ലാസ്റ്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് YB ചവാൻ ആണ്. അദ്ദേഹത്തിന് മുമ്പേ JM ഷേലക്, അതിനു മുൻപേ ബ്രഹ്മാനന്ദ റെഡ്ഡി, അതിനു മുൻപേ മഹാവീർ ത്യാഗി, ആൻഡ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് AK ചന്ദ. ഈ രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺസിന്റെ ആദ്യം മുതൽ ഇതുവരെ, നമുക്കിപ്പോ 16th ഫിനാൻസ് കമ്മീഷനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ആൾക്കാരുടെ പേരും അവരുടെ ടെന്യൂറും ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ വാസ് KC ന്യോഗി, 1952 മുതൽ 57 വരെ. ലേറ്റസ്റ്റ് ഇപ്പൊ നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ ആണെന്ന് പറഞ്ഞു. നൗ our chairperson is അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ
അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ടേം 2026 മുതൽ 31 വരെയാണ്. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കുക. പ്ലസ് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇഫ് യു ക്യാൻ, അല്ലെങ്കിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ഇപ്പോൾ UGC ചോദിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. അതിപ്പോ നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, വൈസ് പ്രസിഡൻസിനെ, ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ, അങ്ങനെ ഒട്ടുമിക്കവാറും ഉള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസിനെയും ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ടേം ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു വൺ ലൈൻ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നസറുദ്ദീൻ അഹമ്മദ്, സെക്കൻഡ് KM മുൻഷി, തേർഡ് ജവഹർലാൽ നെഹ്റു, ഫോർത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ആരായിരിക്കണം ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഇസ് മോർ ഓർ ലെസ് എ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത്. അപ്പൊ ഇതിൽ ആരായിരിക്കും അത്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ 1, നസറുദ്ദീൻ അഹമ്മദ്. നസറുദ്ദീൻ അഹമ്മദ് ആണ് ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത്. ഹി വാസ് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പൊ അദ്ദേഹം ഒരിക്കൽ സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ്, ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നല്ല വിളിക്കേണ്ടത്, ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോസസ്സാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം സമയം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എടുക്കുന്നുണ്ടെന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ മാൻഡേറ്റിൽ നിന്ന് മാറിയിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നസറുദ്ദീൻ അഹമ്മദ് ഒരു ക്രിറ്റിസിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഡ്രിഫ്റ്റിംഗ്, it was never without mastery over a situation. It was not merely angling with the off chance of catching a fish. It was searching in known waters to find the fish it was after. To be in search of something better is not the same as drifting. Constituent Assembly അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓരോ ദിവസവും സംതിങ് ബെറ്റർ അതിനു വേണ്ടിയിട്ടാണ് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ ആ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന് വേണ്ടി സെർച്ച് ചെയ്യുന്ന പറയുന്നത് ഒരിക്കലും ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് വിവരിക്കാനാവില്ല എന്ന് ആര് പറയുന്നുണ്ട്? ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ പൊയറ്റിക് ആയിട്ടാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ചിലപ്പോ അടുത്ത വട്ടം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പോ അത് എന്താണ്, ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോട്ട് വന്നിട്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന്. ഇറ്റ് വാസ് സെഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഒരു വൺ ലൈൻ ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്ത ഡേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ഇയർ 4 ഓപ്ഷൻസിനും ഇയർ കോമൺ ആണ്, 1946 ആണ്. അതിൽ നിങ്ങൾക്കും സംശയമൊന്നും ഉണ്ടാവരുത്, കാരണം 1946 നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. 4 ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 11th December 1946, 29th December, 13th October, 15th September. ഏതായിരിക്കും ഒരു പോസിബിൾ ആൻസർ? നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ഓപ്ഷൻ 1, 11th December 1946. നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് December 9th, 1946 അപ്പൊ ആ സമയത്ത് അന്നത്തെ മീറ്റിംഗില് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ബിക്കോസ് ഹി വാസ് ദ ഓൾഡസ്റ്റ് മെമ്പർ ദെൻ. അപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്.
പിന്നീട് 11-ാം തീയതിയാണ് ഇലക്ഷൻ നടത്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ 2 പേരെ വൈസ് പ്രസിഡന്റ്സ് ആയിട്ടും എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 പേര്, ഒന്ന് HC മുഖർജിയും 2 VT കൃഷ്ണമാചാര്യം. ഇതും ഓർത്തു വെക്കുക. നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആൻഡ് 2 വൈസ് പ്രസിഡന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് HC മുഖർജിയും പിന്നൊന്ന് VT കൃഷ്ണമാചാര്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്ന എന്നാണെന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്ത് പറയണം? December 9, 1946 ആണെന്ന് പറയണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Arrange the following constitutional amendments in ascending order. Okay, again ascending order അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ മാറിപ്പോരുത്. ഇറ്റ് ഇസ് സിമിലർ ടു ക്രൊണോളജിക്കൽ ഓർഡർ. ആദ്യം നടന്നത് ആദ്യവും അവസാനം നടന്നത് അവസാനവും അറേഞ്ച് ചെയ്യാനാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. 5 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. A. Incorporation of Goa, Daman and Diu in the Indian Union. B. Increase the retirement age of High Court judges from 60 to 62 years. C. Included Sindhi as 15th language in the 8th schedule. D. Incorporation of Dadra and Nagar Haveli in the Indian Union. E. Abolish the privy purse and privileges of the former rulers of the princely states. ഇതിനെ ഒന്ന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ 1. ഫസ്റ്റ് ഇതിൽ നടന്നിട്ടുള്ള ഇവന്റ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്, വിച്ച് വാസ് ദി 10th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇൻ 1961. രണ്ടാമത് ഇതിൽ നടന്നിട്ടുള്ള ഇവന്റ് ഗോവയും അതുപോലെ ദാമൻ ആൻഡ് ദിയുവിനെയൊക്കെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള അമെന്റ്മെന്റ് ആണ്, 12th അമെന്റ്മെന്റ് 1962. മൂന്നാമത്തത് ഹൈക്കോടതി ജഡ്ജസിന് റിട്ടയർമെന്റ് ഏജ് കൂട്ടിക്കൊണ്ടുള്ള അമെന്റ്മെന്റ് ആണ്. വെരി നെക്സ്റ്റ് ഇയർ 1963 സംഭവിച്ചിട്ടുള്ളത്, 15th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. നെക്സ്റ്റ് വൺ 8th ഷെഡ്യൂളില് 15ാമത്തെ ലാംഗ്വേജ് ആയിട്ട് സിന്ധിയെ ഇൻക്ലൂഡ് ചെയ്ത അമെന്റ്മെന്റ് ആണ്, വിച്ച് ഇസ് ദ 21st അമെന്റ്മെന്റ് 1967. ആൻഡ് ഇതില് ഈ സീരീസിൽ ലാസ്റ്റ് വരുന്നത് പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്തുകൊണ്ടുള്ളത്. നിങ്ങൾക്കറിയാം ഫോർമർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ റൂളേഴ്സിനൊക്കെ കുറച്ച് പ്രിവിലേജസും അതുപോലെ ഒരു അലവൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അബോളിഷ് ചെയ്തുകൊണ്ടുള്ള അമെന്റ്മെന്റ് 1971 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ഓർഡർ. ഇതൊന്ന് വായിച്ചു വെക്കുക. ഇത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് നോക്കി വെക്കുക, അതിന്റെ വർഷം. ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മാച്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് തന്നേക്കും, അത് ഏതാണ് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ചീഫ് ജസ്റ്റിസസ് ഓഫ് ഇന്ത്യ ഇൻ അസെൻഡിങ് ഓർഡർ ആസ് പെർ ദ ടെന്യൂർ. ചീഫ് ജസ്റ്റിസുമാരുടെ പേരാണ് തന്നിട്ടുള്ളത്. അസെൻഡിങ് ഓർഡറിൽ അവരെ അറേഞ്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണോ ഇതില് അദ്ദേഹത്തിന്റെ പേരായിരിക്കും ആ സീരീസിൽ ഫസ്റ്റ് വരേണ്ടത്. അടുത്ത് അദ്ദേഹം ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആള് രണ്ടാമതുള്ള ആള് രണ്ടാമത്, മൂന്നാമത്തെ ആള് മൂന്നാമത്, നാലാമത്തെ ആള് നാലാമതും, അഞ്ചാമത്തെ ആള് ഏറ്റവും ലാസ്റ്റും. അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ മാറിപ്പോരുത്. 5 പേര് തന്നിട്ടുണ്ട്. A. V.N. ഖരെ, B. B.N. കിർപാൽ, C. M.H. കന്യ, D. L.M. ശർമ്മ, E. A.M. അഹമ്മദി. 5 പേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ലിസ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ 4. നാലാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, ഇതിൽ തന്നെ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം നോക്കിക്കഴിഞ്ഞാല് ദേ ആർ വെരി സിമിലർ. സി ഡി ഇ എ ബി ആണ് സെക്കൻഡ് ഓപ്ഷൻ, സി ഡി ഇ വരെ സിമിലർ ആണ് സെക്കൻഡ് ഓപ്ഷന്, ബി എ ആ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഒക്കെ കാണാതെ പഠിക്കാൻ പറ്റുന്നിടത്തോളം കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്.
ഇതാണ് ഓർഡർ. അതിൽ ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് MH കനിയ ആണ്, ഫ്രം 91 to 92. LM ശർമ്മ 92 to 93. AM അഹമ്മദി 94 to 97. BN Kirpal from 2002, May 2002 to 7th November 2002. Last one BN Khare from 2002 to 2004. ഇതാണ് ആ ഓർഡർ. ഇത് പഠിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ആ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാരെ അവരുടെ ടെന്യൂറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 2025 മുതൽ അദ്ദേഹമാണ് ഉള്ളത്. അതിനു മുന്നേ BR ഗവായി ആയിരുന്നു. അതിനു മുന്നേ സഞ്ജീവ് ഖന്ന, DY ചന്ദ്രചൂഡ്. ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇനിയും ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം.